ഹായ് ഒരുവൺ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. സോ ബേസിക്കലി പല ടൈപ്പ് റെസ്പോൺസസ് ആണ് വന്നിട്ടുള്ളത്. എൻ്റെ ആ വീഡിയോ ഇട്ടുകൊണ്ടുള്ള ഉദ്ദേശം ബേസിക്കലി പറയുവാണെങ്കിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ പല പല ഒപ്പീനിയൻസാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം, കുറേ സർക്കംസ്റ്റാൻഷ്യൽ ആയിരിക്കാം, ചില കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് അത് ഞാൻ ആ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത പ്രശ്നങ്ങളായിരിക്കാം. ചിലർ പറയുന്നു ഇത് കേരളമല്ലേ, അങ്ങനത്തെ ചാൻസസ് ഒന്നുമില്ല, നമ്മളങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ചിലർ പറയുന്നു ഇത് നീ കുഞ്ഞുനാൾ തൊട്ട് വളർന്ന സ്ഥലമല്ലേ, നീ ഇതുവരെ അങ്ങനെയൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ ഇപ്പം നോട്ടീസ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പീനിയൻസ് വാലിഡാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അതിനെല്ലാം എനിക്ക് ഉറപ്പാണ് അതിൻ്റെ ബാക്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലോജിക്കൽ റീസണിങ് കാണും. ഞാൻ കണ്ട കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഇപ്പോൾ എനിക്കൊരു പട്ടിയുടെ ഇതെന്താണെന്നല്ല തുടങ്ങി. എനിക്കൊരു പട്ടിയുണ്ട്, ഹാപ്പി. അപ്പോൾ അവൻ രാത്രിയാകുമ്പോൾ കുരയ്ക്കും. അപ്പോൾ നമ്മുടെ ജോലിയാ ഞാൻ പോയി നോക്കണോ എന്തോ സംഭവം, അതോ ഫാൻ കൂട്ടിയിട്ടിട്ട് കിടന്നുറങ്ങണോ എന്നുള്ളത്, ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ സെയിം കൺസെപ്റ്റിൽ തന്നെ ഇതെടുത്താൽ മതി. ഞാൻ ജസ്റ്റ് പറയാനുള്ള പറഞ്ഞു. അപ്പോൾ പല ഒപ്പീനിയൻസാണ് വന്നത്, അതെല്ലാം അക്സെപ്റ്റബിളാണ്, അതെല്ലാം വാലിഡാണ്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ ഒരു പാർട്ടെന്ന് പറയുന്നത്, നമ്മൾ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ, ഇല്ല ഉറങ്ങിക്കിടക്കുന്ന കൊച്ചുങ്ങൾ, നമ്മൾ അവരോട് പറയും നിങ്ങൾ ശരിക്കും ഉറങ്ങുവാണെങ്കിൽ നിങ്ങൾ കൈ പൊക്കി പിടിച്ചേക്കും, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങുന്ന പോലെ നടിക്കുവാണെങ്കിൽ കൈ താത്തിടുമെന്ന്. പക്ഷേ കൊച്ചുങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ കൈ പൊക്കി പിടിച്ചേക്കും. ആ സിനേറിയോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും എൻ്റെ ഇംഗ്ലീഷ് ചാനലായിരുന്നു. ഞാൻ ഇതിനകത്ത് മലയാളം കണ്ടൻറ്റ് ഇനി പോസ്റ്റ് ചെയ്തില്ല. ഞാൻ മലയാളം കണ്ടൻറ്റിന് വേണമെങ്കിൽ വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഇതെൻ്റെ ഡൊമൈനും അല്ല, ഇതെൻ്റെ ജസ്റ്റ് ഒരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ കേൾക്കാം, വേണമെങ്കിൽ കേട്ടായിരിക്കാം, അതെൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ഇനി ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കണ്ടൻ്റ് ആയിരിക്കും. അതേപോലെ എൻ്റെ പ്രയോറിറ്റീസ് വേറെയാണ്. ഈ ഒരു കാര്യം ഇത് യാദർച്ഛികമായിട്ട് വന്നൊരു കാര്യം ജസ്റ്റ് എനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ ലൈഫിൻ്റെ പ്രയോറിറ്റീസ് ഇപ്പോൾ വേറെയാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും മെയിനായിട്ട്. പക്ഷേ ഇതേപോലെ അതായത് എനിക്കറിയാവുന്ന എന്തെങ്കിലും ഞാൻ പഠിച്ചിട്ടുള്ള, അതായത് ഇപ്പോൾ ഞാനൊരു പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ റിസർച്ചായിട്ട് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷ് ചാനലും അതേപോലെ പറ്റുമെങ്കിൽ ഒരു മലയാളം ചാനലും കൂടെ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് കൂടെ പറഞ്ഞുതരാം. അപ്പം എല്ലാവിധ അറ്റ്ലീസ്റ്റ് റെസ്പോൺസ് തന്ന എല്ലാവർക്കും, എന്നെ വിളിച്ച എല്ലാവർക്കും താങ്ക് യു.